അപ്പോൾ വചനം മത്തായിയുടെ സുവിശേഷം 3:9 വചനം. ഈ കല്ലിൽ നിന്ന് എബ്രാഹത്തിൻ്റെ സന്തതി ജനിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന്. ഈ ദൈവത്തിന് കഴിയും എന്നൊക്കെ ഈശോ പറയുന്നൊരു വാക്കുണ്ട്. അത് നമ്മൾ ഈ മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോഴും കർത്താവ് പൂങ്കാവനത്തിൽ ചോര വിയർത്ത് കിടക്കുന്ന സമയത്തും ഈശോ പ്രഖ്യാപിക്കുന്നൊരു വിശ്വാസമാണത്. എന്താണ്? ശ്രദ്ധിച്ച മക്കളെ, യേശുസ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ, സ്തുതിക്കുന്നു കർത്താവേ, ആരാധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മർക്കോസിൻ്റെ സുവിശേഷം 14:36. മർക്കോസ് 14:36. ചോര വിയർത്ത് നിൽക്കുമ്പോഴും കിടക്കുമ്പോഴും ആപതില്ലാതെ അവശതയോട് കിടക്കുമ്പോഴും ഈശോ വിശ്വാസം പ്രഖ്യാപിക്കും. എന്താണ്? പിതാവേ, അങ്ങയ്ക്ക് എല്ലാം സാധ്യമാണ്. ഇതാണ് ജീസസ്. അതാണ് 14 നാം വായിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 14:36. അതായത് പിതാവേ, അങ്ങയ്ക്ക് എല്ലാം സാധ്യം. ഒന്ന് പറഞ്ഞ മക്കളെ, പിതാവേ, അങ്ങയ്ക്ക് എല്ലാം സാധ്യമാണ്. നിങ്ങളുടെ രോഗത്തിൻ്റെ അവസ്ഥകളിലെ കൈവച്ച് പ്രാർത്ഥിച്ചേ. നിങ്ങളുടെ രോഗമുള്ള ഇടത്തേക്ക് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിച്ചേ. പിതാവേ, അങ്ങയ്ക്ക് എല്ലാം സാധ്യമാണ്. എൻ്റെ സൗഖ്യവും അങ്ങയ്ക്ക് സാധ്യമാണ്. പിതാവേ, അങ്ങയ്ക്ക് എല്ലാം സാധ്യമാണ്. ഓൺലൈനിൽ ഇരിക്കുന്നവരെല്ലാം രോഗാവസ്ഥകളിലുള്ളവരെ സ്പർശിച്ചുകൊണ്ട് സ്വയം രോഗിയാണെങ്കിൽ രോഗമുള്ള ഇടത്ത് കൈവച്ചുകൊണ്ട് അതിൻ്റെ ഈ വചനം പറയുക. പിതാവേ, മർക്കോസ് 14:36 പ്രാർത്ഥിക്കുന്നു. പിതാവേ, അങ്ങയ്ക്ക് എല്ലാം സാധ്യമാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇപ്പോൾ ഞാൻ ഈ ദമ്പതികളെ അവർ ഉടമ്പടി പുതുക്കിയ കാരണം എനിക്ക് മനസ്സിലായി ഇനി നീട്ടിക്കൊണ്ടു പോകാൻ പറ്റത്തില്ല. കർത്താവ് എന്തെങ്കിലും ചെയ്യാം. അതായത് ഈശോ എന്തോ ചെയ്യാൻ പോകുന്നു എന്നുള്ളതിന് നമുക്കൊരു ബോധം കിട്ടും. ആ സമയത്ത് ഞാൻ അവരെ കൂട്ടി അൾത്താരെ മാതാവിൻ്റെ അമ്മയുടെ അടുത്ത് കൊണ്ടുവന്നിട്ട്, അമ്മേ, അവരെ തൊട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇവരോട് അൾത്താറെ എന്ന് വെച്ച് പറഞ്ഞ് 4 മാസം കഴിയുമ്പോൾ നീ പ്രഗ്നൻ്റ് ആകുമെന്ന് പറഞ്ഞു. ആ സാക്ഷ്യം കിടക്കുന്നുണ്ട്. ഇപ്പം അത് പ്രൈവറ്റാണ്. അത് ഉടനെ അടുത്ത ദിവസങ്ങളിൽ അത് പബ്ലിക്കായിട്ട് വരും. അതായത് 4 മാസത്തിനുള്ളിൽ നീ പ്രഗ്നൻ്റ് ആകുമെന്ന്. ഞാനെന്ത് ഉദ്ദേശത്തിൽ പറഞ്ഞതാ? അതായത് കർത്താവ് എനിക്ക് തന്നൊരു രഹസ്യ നോട്ടിൽ ഞാൻ പറയണതാണത്. കാര്യം ഇവർക്ക് 45 വയസ്സുണ്ട്, ഭർത്താവിന് 53 വയസ്സ് ഉണ്ട്. 17 വർഷമായിട്ട് ഇവർക്ക് മക്കളില്ല. ഇത് കല്ലാണ് ശരിക്കും. നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ 9:3-9 അനുസരിച്ച് കൊണ്ട് ഈ കല്ലാണിത്. പക്ഷേ എന്താണ്? ഈ കല്ലിൽ നിന്ന് എബ്രാഹത്തിൻ്റെ സന്തതികളെ ജനിപ്പിക്കാൻ ആർക്ക് കഴിയും? ശാസ്ത്രത്തിന് കഴിയത്തില്ല. ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയും. ഈ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഈ 4 മാസം പറയണത്. 4 മാസത്തിനുള്ളിൽ കർത്താവ് നിന്നെ കുഞ്ഞിനെ തരുമെന്ന് പറയും. അപ്പോഴെന്ത് ചെയ്യും? ഞാൻ വചനത്തെ ഹോണർ ചെയ്യണ കാരണം ഇത് വർക്കൗട്ട് ചെയ്യണത്, നമ്മൾ വചനത്തെ ഹോണർ ചെയ്താൽ തിരിച്ച് നമ്മുടെ വചനത്തെ ദൈവം ഹോണർ ചെയ്യും. കർത്താവ് പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ പുതിയ കൈന്നിട്ട് പറയണതല്ല. നമ്മൾ വചനത്തെ ബഹുമാനിച്ചാൽ തിരിച്ച് നമ്മുടെ വചനത്തെ ആര് ബഹുമാനിക്കും? ദൈവം ബഹുമാനിക്കും. അത് ഈശോ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറഞ്ഞാൽ, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറഞ്ഞാൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും നിന്നെ ഏറ്റുപറയും. ഇറ്റ്സ് വെരി എവിഡന്റ്, ക്ലിയർ അല്ലേ? അതായത് 10:32 മത്തായിയുടെ സുവിശേഷം 10:32 ഏറ്റു പറഞ്ഞേ, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറഞ്ഞാൽ. എന്നെ എന്ന് പറഞ്ഞാൽ ആരാണ്? വചനമാണ്. കർത്താവിനെ ഏറ്റുപറയാം. നമുക്ക് യേശുവിൻ്റെ നാമത്തെ ഏറ്റുപറയാം, യേശുവിൻ്റെ വചനത്തെ ഏറ്റുപറയാം. പറയുന്നത് നമ്മൾ യേശുവിനെ ആയിരിക്കും. ക്ലിയർ അല്ലേ? യേശുവിൻ്റെ വചനമാണ്. എന്താണ് വചനം? 10:32 മത്തായി സുവിശേഷം എന്താണത്? മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറഞ്ഞാൽ, എൻ്റെ വചനത്തെ ഏറ്റുപറഞ്ഞാൽ എന്ത് സംഭവിക്കും? പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളെ ഏറ്റുപറയും. അപ്പോൾ ഞാൻ മനുഷ്യരുടെ മുമ്പിൽ കർത്താവിൻ്റെ വചനത്തെയാണ് ഏറ്റുപറഞ്ഞത്. ഏത് വചനത്തെ? മത്തായി 3:9
കാര്യം എന്താണ്? ഈ കല്ലിൽ നിന്ന് അബ്രാഹത്തിൻ്റെ സന്തതികളെ ജനിപ്പിക്കുമെന്ന് ദൈവത്തിന് കഴിയുമെന്ന് എൻ്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കർത്താവിൻ്റെ വചനത്തിലാണ് ഞാൻ ശാസ്ത്രത്തെക്കാളുപരി വിശ്വസിക്കണത്. അപ്പോഴേ എൻ്റെ വചനത്തെ കർത്താവ് ബഹുമാനിച്ചു. 3.5 മാസമായപ്പോൾ അവൾ പ്രഗ്നൻ്റായി. പ്രൈസ് ദി ലോർഡ്. Praise the Lord. Hallelujah. 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 Thank you, Jesus. ഒരു സുന്ദരനായ ആൺകുഞ്ഞിനെ കൊണ്ടുവന്ന് ഇവിടെ സാക്ഷ്യം അതിന് പോയി. അത് ഇട്ട് കഴിഞ്ഞപ്പോൾ യുക്തിവാദികളെല്ലാം കയറി കുത്തി. പിന്നെ അയാൾ പിന്നെയും പഴയ കച്ചവടത്തിന് ഇറങ്ങിയിട്ടുണ്ടെന്ന്. അത് കവന്ന് കേൾക്കണത് എൻ്റെ തന്തക്കവരെ വിളിച്ചിട്ടുണ്ട് അവർ. അയാൾ പിന്നെയും പഴയ ആത്മീയ കച്ചവടത്തിന് ഇറങ്ങിയിട്ടുണ്ട്. എന്ത് വരും അവരത് പറഞ്ഞ് സങ്കടമില്ല. നമ്മുടെ വൈദികർ പറയുന്നുണ്ട് ഈ വിശ്വാസത്തിനെക്കുറിച്ച് ABCD അറിയാത്ത ആൾക്കാർ വൈദികരുടെ വേഷം കെട്ടി ലോഹമായിട്ട് അടക്കണ്ടേ? പറഞ്ഞിട്ടൊരു കാര്യമില്ല. സഭ എൻ്റെ ബാധ്യതയാണത്. സഹിക്കാതെ ഒരു മാർഗ്ഗമില്ല നമുക്ക്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഇതെല്ലാം ഞാൻ ശരിക്കും ഞാനൊരു കച്ചവടം ചെയ്യുന്നുണ്ട്, ഞാൻ റീച്ച് ചെയ്യുന്നുണ്ട്. ആരാണെന്ന് അറിയാവോ? കർത്താവിൻ്റെ വചനത്തെ ഞാൻ കൊടുക്കുന്നുണ്ട്. ആ വചനത്തെ വിശ്വസിച്ചിട്ടാണ് കൊടുക്കണത്. ആ വചനത്തിൽ വിശ്വസിച്ചിട്ടാണ് കൊടുക്കണത്. ആ വചനത്തെ കുടിച്ചിട്ട് അത് റീച്ച് ചെയ്യുകയാണ്. ആരാണ്? ഈശോ പറഞ്ഞതാണ്. ഇപ്പം നിങ്ങൾ ചെയ്യുന്ന ഉടമ്പടി എന്താ? നിങ്ങൾ ചെയ്യുന്ന ഉടമ്പടി എന്താ? കർത്താവ് പറഞ്ഞതാണ്, ഞാൻ അഭ്യസിപ്പിച്ചിട്ടുള്ള, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? അഭ്യസിപ്പിക്കുവാൻ. നമുക്കറിയാമല്ലോ, അത് ഉടമ്പടിയുടെ ഫോർമുല പറഞ്ഞു കൊടുത്തിട്ടാണ് ഈശോ ശിഷ്യന്മാരെ യാത്രയാക്കണത്. അതായത് എന്താണ് ഉടമ്പടിയുടെ ഫോർമുല? എന്താണ്? മത്തായി 28:20 പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്ഥാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട്, കേട്ടോ ഇതുണ്ടല്ലേ ലാസ്റ്റ്, കർത്താവിൻ്റെ ലാസ്റ്റ് വാക്ക് ഉടമ്പടി ഫോർമുലയാണ്. എന്താണ്? ഞാൻ നിങ്ങളോട് ഏറ്റു പറഞ്ഞേ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ. അതാണ് അവൻ പറയണത് പോലെ ചെയ്യുവിൻ. ക്ലിയർ അല്ലേ? അവൻ പറയണത് പോലെ ചെയ്യാൻ വേണ്ടിയാണ് സഭയെ സ്ഥാപിച്ചിരിക്കുന്നത്. അവൻ പറയണത് പോലെ ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ കൃപാസനത്തിൽ വരണത്. ഒരുപക്ഷെ ലോകത്തിൽ ഇവിടെ മാത്രമേ ഇങ്ങനെ ഒരു മിഷൻ സംവിധാനം ഉള്ളെങ്കിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് നൽകിയിട്ടുള്ള ഉടമ്പടി ദൈവിക പദ്ധതിയാണെന്നാണ് KCBC വൈസ് പ്രസിഡന്റ് ചക്കാലക്ക പിതാവ് പറഞ്ഞിരിക്കുന്നത്. കൃപാസനത്തിൽ നടക്കുന്ന ഉടമ്പടി ദൈവികമാണ്, ക്രിസ്തീയമാണ്, പരിശുദ്ധാത്മാ കേന്ദ്രീകൃതമാണ്. കൈ ഇടിച്ച് സ്തുതിയുടെ ഹല്ലേലൂയ, യേശു സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുകയാണ്. ഓൺലൈനിലുള്ള എൻ്റെ മക്കൾ സത്യം ശ്രദ്ധിക്കുക, സന്തോഷമായിരിക്കുക. ഈശോ ജീവനോടെ എഴുന്നള്ളിയിരിക്കുന്നു. പരിശുദ്ധമ്മ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന സമയമാണ്. ഉടമ്പടി എടുത്തിട്ടുള്ള എല്ലാവരും ഉണരുക, മനസ്സുകൊണ്ട് ഉണരുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉടമ്പടി വിഷയത്തെ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കാൻ പോവുകയാണ്. തറവായ രോഗികളും വാതരോഗികളും കിഡ്നി രോഗികളും ഒക്കെ രോഗാവസ്ഥകളുള്ള സ്ഥലങ്ങളെല്ലാം യേശുനാമത്തിൽ അമ്മയുടെ മധ്യസ്ഥത്തിൽ കൈവെക്കുക. കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ കണ്ണിൽ കൈവെക്കുക. തല പൊട്ടുന്ന പോലെ വേദനയുള്ളവർ തലയിൽ കൈവെക്കുക. ഉദരത്തിന് വിങ്ങലുള്ളവർ, ദഹനക്കുറവുള്ളവർ, വയറ് പെരുക്കുന്നവർ കൈവെക്കുക. പിസിസ്റ്റുള്ളവർ, അതുപോലെ മക്കളില്ലാത്തവർ അടിവയറ്റി കൈവെക്കുക. കരൾ രോഗികൾ കരളിൻ്റെ അവിടെ കൈവെക്കുക. അത് ഹൃദയ രോഗികൾ ഹൃദയത്തിൽ കൈവെക്കുക. തൈറോയിഡ് ടോൺസിൽ രോഗികൾ തൊണ്ടയിൽ കൈവെക്കുക. ശ്രുതികട്ടെ. ഹല്ലേലൂയ, യേശു സ്തോത്രം, ഹല്ലേലൂയ, യേശു സ്തോത്രം, ഹല്ലേലൂയ. കർത്താവായ ഈശോയെ ഒന്നും അസാധ്യമില്ലാത്തവനെ, ഈശോയെ എല്ലാം സാധ്യമായവനെ, ഈശോയെ നിനക്ക് സ്തോത്രവും കർത്താവേ, നിനക്ക് സ്തുതിയും കർത്താവേ, നിനക്ക് ബഹുമാനവും കർത്താവേ അർപ്പിക്കുന്ന കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന വലതുകരം കർത്താവേ മക്കളുടെ ശിരസിൽ വെക്കണേ പ്രാർത്ഥിക്കുന്ന കർത്താവേ, യേശുവേ നിന്റെ തിരുമുറിവാർന്ന കർത്താവേ വലതുകരം കർത്താവേ അങ്ങനെ മക്കളുടെ ശിരസ് കർത്താവേ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. എവിടെയെല്ലാം രോഗികൾ ഇപ്പോഴ് രോഗാവസ്ഥയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ ഇപ്പോഴും മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. ഈശോ അങ്ങനെ ആണിപ്പെടുത്താതെ വലതുകരം കർത്താവേ ഓരോ കോശങ്ങളിലെ ഓരോ കശേരുകളിൽ കർത്താവേ, ഓരോ അസ്ഥികൾ കർത്താവേ, ഓരോ ശോഷിച്ച പിന്നിയ അടഞ്ഞുപോയ ഞരമ്പുകള് യേശുവിന്റെ നാമത്തില് തുറന്ന് പ്രവർത്തിക്കട്ടെ. ഹല്ലേലൂയ.
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. 35 വർഷമായിട്ട് ഗർഭാശയത്തിൻ്റെ ആന്തരിക നാളി ചെറിയൊരു കുഴലാണ്, അതടഞ്ഞു പോയ ഒരു അവസ്ഥയിൽ 35 വർഷമായിട്ട് തുള്ളി കുത്തി ഒരു കുഴലിറക്കിയാൽ മാത്രമേ അത് വർക്കൗട്ട് ചെയ്യത്തുള്ളൂ. ഡോക്ടർ കുഴലും കൊടുത്ത് വിട്ടിരിക്കുക. ആ രോഗി ഉടമ്പടി ചെയ്ത് കഴിച്ചപ്പോഴേ ഈ ദിവസത്തെ ഫേസ്ബുക്ക് നമ്മുടെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. അവരാന്ന് ആന്തരിക നാളി തുറന്നു വന്നെന്ന്. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ, ഹല്ലേലൂയ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ 2004 ഡിസംബർ 7-ാം തീയതി 2:30 മണിക്ക് സമയഘടികാരം നെഞ്ചിലേറ്റി ദുരന്തമുണ്ടാകാൻ പ്രാർത്ഥിക്കണമെന്ന് സഭയോട് ആവശ്യപ്പെട്ട കാലം മുതൽ തുടങ്ങിയിട്ടുള്ളതാണ് ഇവിടുത്തെ അടയാളങ്ങളെല്ലാം. ആ പ്രത്യക്ഷീകരണം കൊണ്ട് അതിൻ്റെ സ്ഥിരീകരണത്തിനാണ് ഈ അത്ഭുത സാക്ഷ്യങ്ങളെല്ലാം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾ ഹൃദയത്തിൻ്റെ വാൽവുകൾ ചുരുങ്ങിപ്പോയവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈവെക്കാം. എവിടെയെങ്കിലും ഞരമ്പുകൾ ബ്ലോക്ക് ചെയ്തിട്ടുള്ളവർ ആ ഞരമ്പിൽ കൈവെക്കാം. അമ്മ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും. ഈശോ നിങ്ങളെ സുഖപ്പെടുത്തും. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ശ്രുതികട ഹല്ലേലൂയ. എൻ്റെ കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം കർത്താവേ. ഓരോരോ രോഗികൾ കർത്താവേ, ഓരോരോ രോഗികൾ ഞരമ്പ് വിങ്ങിപ്പോയവര്, ചുങ്ങിപ്പോയവര്, കിഡ്നികള് ചുങ്ങിപ്പോയവര് കർത്താവേ, ഹൃദയം ചുങ്ങിപ്പോയവര് കർത്താവേ, കരള് എല്ലാം ചെയ്തു വരുന്നത് കർത്താവേ, കർത്താവേ ഹൃദയത്തിന്റെ വാൽവുകൾ ചുങ്ങിപ്പോയവരെ യേശു ക്രിസ്തുവിന്റെ രക്തം ഇറങ്ങട്ടെ. യേശുവിന്റെ ശക്തിയാൽ ഏറ്റവും വലിയ കീമോയായ കർത്താവിന്റെ വിശുദ്ധ രക്തം ക്യാൻസർ രോഗികൾ കയറി ഇറങ്ങട്ടെ. യേശുവിന്റെ നാമത്തില് മാരക രോഗങ്ങൾ ഈ നിമിഷം സൗഖ്യമാകട്ടെ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈ മുഖത്തൊക്കെ പാണ്ട് പിടിച്ചിട്ടു, പിന്നെ തൊലി ചിലയിടത്ത് ഇങ്ങനെ കട്ടിയായിട്ട് വരും, അത് കറുത്ത് വരും. തൊലി ഇങ്ങനെ നമ്മളെ എന്തെങ്കിലും ഇവിടെ ഉരഞ്ഞു പോയി കഴിഞ്ഞാൽ അവിടെ വെള്ളപ്പാടിട്ട് ബാക്കി തൊലി ചെറുങ്ങിയിരിക്കത്തില്ലേ, അതുപോലെ തന്നെ തൊലി കട്ടിയായിട്ട് ചിലയിടത്ത് വരും. ചിലയിടത്ത് തൊലി ഇങ്ങനെ റോസപ്പൂവിൻ്റെ കളർ പോലെ, പനിനീർപ്പൂവിൻ്റെ കളർ പോലെ ഇരിക്കും. വിസർപ്പ രോഗമാണ്, ത്വക്ക് രോഗമാണ്. ആ വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 ആരാധന, യേശുവേ ആരാധന. ഇടത് കാലിൻ്റെ മടന്ത് എനിക്കറിയത്തില്ല, അതായത് നമ്മുടെ കാലിൻ്റെ ബാക്ക് വശമില്ലേ, അവിടെ ഇങ്ങനെ എന്തോ ഇങ്ങനെ അകത്തുനിന്ന് കമ്പി കൊണ്ട് പുറത്തോട്ട് കുത്തിയാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ ബലമുള്ള ഒരു പാടാണ്. അകത്തിന് കമ്പി ഇരിക്കുന്ന കേസാണെന്നും അറിയത്തില്ല, പക്ഷേ അതിന് തൊടുമ്പ വേദനയുണ്ട്. ആ വ്യക്തിയെ കർത്താവ് ഇപ്പോഴും സ്പർശിച്ചു കൊണ്ടിരിക്കുകയാണ്. ശ്രുതികട ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ നന്ദി, കർത്താവേ സ്തോത്രം ദൈവമേ, സൗഖ്യത്തിന് നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. ഒരു പാദം കാണിക്കുന്നുണ്ട്. പാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നം, ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡീഹൈഡ്രേറ്റ് ചെയ്തു പോയ പാദമാണ്. ഇടത് പാദമാണെന്ന് തോന്നുന്നത്. അതായത് ഡീഹൈഡ്രേറ്റ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം മുഴുവൻ ഊറിപ്പോയി കഴിഞ്ഞാൽ, നമുക്കറിയാമല്ലോ നമ്മുടെ ശരീരത്തിന് വെള്ളം ഊറിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഉണങ്ങി കൊട്ടടിച്ചിരിക്കും. അതുപോലെ മാംസളമല്ലാത്ത ഉണങ്ങി കൊട്ടടിച്ചിരിക്കുന്ന പാദം, രക്തോട്ടം ഇല്ലാത്ത പാദം, അപ്പോൾ രക്തോട്ടം കുറഞ്ഞിട്ട് സ്വാധീനം നഷ്ടപ്പെട്ട പാദം, ആ പാദത്തെ കർത്താവ് സ്പർശിച്ച് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് 7 എന്നൊരു അക്കവിശ കാണിക്കുന്നുണ്ട്. ആ ഡേറ്റിനോട് കറസ്പോണ്ട് ചെയ്തിരിക്കുന്ന കല്യാണമാകാം, വിവാഹമാകാം, ഓപ്പറേഷനാകാം, എന്ത് ഇൻ്റർവ്യൂ ആകാം, ടെസ്റ്റാകാം, അപ്പോയിൻമെൻ്റ് ആകാം, എന്ത് വിഷയം 7 സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നു. 7നോട് ബന്ധപ്പെട്ട ആൾക്കാർ അത് ആ നമ്പറിൽ, ആ ഡേറ്റിൽ കർത്താവ്, ആ മണിക്കൂറിൽ കർത്താവ് നിങ്ങൾ അനുഗ്രഹിച്ചാൽ അത് ഉടമ്പടി അനുഗ്രഹമാണ് തിരിച്ചറിയാൻ വേണ്ടിയാണ് നേരത്തെ സൂചന നൽകുന്നത്. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വലത് കണ്ണിൻ്റെ താഴെ ഒരു വിരൽ, 1.5 വിരൽ താഴെ ഇങ്ങനെ ഒരു വയലറ്റ് നിറത്തിൽ ഇങ്ങനെ തിണർത്ത് കിടക്കുകയാണ്. വയലറ്റ് നിറത്തിൽ ഒരു തൊലി പോകുന്നതിൻ്റെ വേദന ഉണ്ടാകും, പക്ഷെ അതല്ല, അത് ആ പഴുപ്പ് കുറേ കാലം കഴിയുമ്പോൾ കണ്ണിലോട്ട് കയറുമെന്ന് ഡോക്ടർ കണ്ടാൽ പറയും.
ആ വ്യക്തിയെ കണ്ണും അതിൻ്റെ ഉള്ളിലുള്ള ഇൻഫെക്ഷനും കർത്താവ് സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ശ്രുതികട്ടെ ഹല്ലേലൂയ. പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് പ്രിയമുള്ളവരെ, നമ്മൾ വിവാഹം ഒത്തുവരാത്തവരെ, മക്കൾ ഇല്ലാത്തവരെ, വീടില്ലാത്തവരെ, ജോലി ഒത്തുവരാത്തവരെ, വിദേശ ജോലിക്ക് വേണ്ടി ഒരുങ്ങുന്നവരെ, സാമ്പത്തിക ബാധ്യതപ്പെട്ടിരിക്കുന്നവരെ, കുടുംബം അന്യാധീനപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ, തമ്മിൽ പിരിഞ്ഞു കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാരെ, തെറ്റായ ബന്ധത്തിലൊക്കെ അകപ്പെട്ടിരിക്കുന്ന മക്കള്, ഭ്രാന്തുള്ളവരെ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഇപ്പോഴേ പിൻകഴുത്തിൽ ഈ നമ്മൾ കാണുന്ന അവസാനത്തെ കശേരികളിൽ എപ്പോഴും വേദനയും അവർക്ക് എല്ലും മുഴച്ചു വരികയും ചെയ്യുന്ന വ്യക്തിയെ കർത്താവ് സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. യേശുവേ ആരാധന. കർത്താവ് ജോലിയില്ലാത്ത മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന, ജോലി നഷ്ടപ്പെട്ടവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന, കർത്താവേ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പരീക്ഷ മാറ്റിവെക്കപ്പെട്ട മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഓരോരോ ടെസ്റ്റ് ഇന്റർവ്യൂവിനൊക്കെ കർത്താവ് ഒരുങ്ങുന്ന മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. IELTS, OET മുതലായ കാര്യങ്ങളെ കർത്താവ് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. വസ്തുവില്ലാത്തവരെ, വസ്തു നഷ്ടപ്പെട്ടവരെ, വസ്തു ലഭ്യമാകാൻ പോകുന്നവരെ, വസ്തു ലേലത്ത് വെച്ചവരെ കർത്താവ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ബാങ്ക് നടപടിയിരിക്കുന്നവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ബാധ്യതകളാൽ നിരങ്ങുന്നവരെ, മറ്റുള്ള ഭീഷണിക്ക് സങ്കടപ്പെടുന്നവരെ, കേസ് അകപ്പെട്ടിരിക്കുന്നവരെ, ജയിലിൽ കിടക്കുന്നവരെ കർത്താവ് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇനിയൊരു നിയമം ഉണ്ടായാൽ, ഇനിയൊരു തീരുമാനം ഉണ്ടായാൽ ജയിലിൽ പോകേണ്ടി വരുമെന്ന് ഓർത്തുകൊണ്ട് കർത്താവ് ശിക്ഷയെ ഭയക്കുന്നവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. മാതാവ് അവരെ സ്പർശിക്കട്ടെ, മാതാവ് അവരെ സ്പർശിക്കട്ടെ. എൻ്റെ കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിൽ വഴിയില്ലാത്തവരെ, വെള്ളമില്ലാത്തവരെ, കർത്താവ് ഭാഗ ഉടമ്പടി നടക്കാത്തവരെ, കുടുംബത്തെ സമാധാനമില്ലാത്തവരെ, മദ്യപാന ആസക്തിയുള്ളവരെ, പലതരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾക്ക് അകപ്പെട്ടവരുടെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടേണ്ട പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി എടുത്തിട്ടുള്ളവരെയും ഓരോ വിഷയങ്ങൾ, ഓരോ മക്കൾ ചെയ്തിട്ടുള്ള ഓരോ ഉടമ്പടിയുടെ ഓരോ വിഷയങ്ങൾ ഈശോ അമ്മേ, പരിശുദ്ധമ്മേ, ദൈവമാതാവേ ഇപ്പോഴേ ഏറ്റെടുത്തുകൊണ്ട് ദൈവ തിരുസന്നിധിയിൽ സമർപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണം പ്രാർത്ഥിക്കുന്നു. 2004 ഡിസംബർ 7-ാം തീയതി പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ ദൈവികമായ സാന്നിധ്യം കുടികൊള്ളുന്ന ആൾത്താറയിൽ അമ്മയുടെ മധ്യസ്ഥത്തില് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോനോട് പ്രാർത്ഥിക്കുന്നു, ദിവ്യകാരുണ്യത്തോടെ പ്രാർത്ഥിക്കുന്നു. വാഹനമില്ലാത്തവരെ, വാഹനം ഓടിച്ച് അപകടത്തിൽ അകപ്പെട്ടിരിക്കുന്നവരെ, ഈശ്വരത്തെ കിട്ടാത്തവരെ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ, യാത്രക്ക് പോകാൻ രേഖകളില്ലാത്തവരെ, യാത്ര മുടങ്ങുന്നവരെ, വിസ തടഞ്ഞവരെ, പാസ്പോർട്ട് കിട്ടാത്തവരെ, അങ്ങനെ എല്ലാ തരത്തിലും അക്കൗണ്ടിങ് ആയിട്ടുള്ള എല്ലാവരെയും കർത്താവ്, അവിടെ തങ്ങിപ്പോകുന്നവരെയും അവരെ കർത്താവ് തടങ്കലിലായിരിക്കുന്നവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ശരീരമാസകലം ഓരോരോ രോഗങ്ങളുള്ളവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ ശക്തി, യേശുവിന്റെ രക്തം, യേശുവിന്റെ കൃപ ഈ നിമിഷം മക്കളിലേക്ക് നിറയട്ടെ. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തില്, സഭയുടെ അധികാരത്തിൽ, കുരിശിന്റെ അടയാളത്തിൽ, ദൈവത്തിന്റെ ശക്തിയാൽ മാരക രോഗങ്ങള്, തീരാവേദികള്, ജീവിത ദുരിതങ്ങള്, ഉടമ്പടി എടുത്തിട്ടുള്ള മുഴുവൻ വിഷയങ്ങളുടെ മേൽ കർത്താവിന്റെ കാരുണ്യം ചൊരിയട്ടെ. എല്ലാ സങ്കടങ്ങളും, എല്ലാ സങ്കടങ്ങളും, എല്ലാ സകലങ്ങളും കർത്താവ് സന്തോഷത്തിന്റെ സാക്ഷ്യമായി മാറ്റട്ടെ. ശ്രുതികട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. കരങ്ങളടിച്ചുകൊണ്ട് കണ്ണുകളടച്ച് കൈകൾ കൂപ്പി നിങ്ങളുടെ വ്യക്തിപരമായ എന്തെങ്കിലും ആവശ്യങ്ങൾ, ഞാൻ ഒന്നും വിട്ടുകളഞ്ഞിട്ടില്ല, എങ്കിലും നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ വിഷയം പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കാം. ഒരു കുഞ്ഞിനെക്കുറിച്ച്, 2-3 വയസ്സുള്ള, 1-2.5 വയസ്സുള്ളൊരു ബാലനെക്കുറിച്ച് വല്ലാത്ത വേദന അനുഭവിക്കുന്നൊരു അമ്മയെ കാണുന്നുണ്ട്. ചിലപ്പോൾ അവൻ കർത്താവിലേക്ക് പോയിട്ടുള്ള വിഷയമാകാം, അതുകൊണ്ടായിരിക്കും അത്രയും വേദനിക്കുന്നത്.
പക്ഷേ അങ്ങനെയുള്ള സൂചനയാണ് ഇവിടെ കിട്ടുന്നത്. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ആ കുഞ്ഞ് കർത്താവിൻ്റെ കൂടെ ഉണ്ടെന്ന് അമ്മ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അൽത്താരയിൽ നിന്ന് ഈ ആശ്വാസ വാക്കുകൾ നൽകുന്നതെന്ന് തോന്നണം. നമുക്ക് സ്തുതിക്കാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. യേശുവേ, ഞങ്ങൾ അങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പതിര് ഇങ്ങനെ ഈ കടന്നക്കൂട് പോലെ ആയിട്ടുള്ളവർ, പതിര് മാത്രമല്ല, ഈ വലത് കൈയുടെ ഭുജം നമ്മൾക്ക് പുറത്തുള്ള ഭാഗമില്ലേ, ആ ഭാഗമൊക്കെ ഇങ്ങനെ മൊത്തം ഇങ്ങനെ ബ്ലഡ് സഞ്ചാരമില്ലാതെ ഇങ്ങനെ മരവിച്ചിരിക്കുന്നതായിട്ട് കർത്താവ് ആ വ്യക്തിയെ സ്പർശിക്കുന്നുണ്ട്. ഈ ഓൺലൈനിലാണ് അവർ പ്രാർത്ഥിക്കണത്. എങ്ങനെ ശ്രദ്ധിക്കുക, അവർ ദൈവത്തോട് നന്ദി പറയാൻ എന്നെ സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, കർത്താവേ ആരാധന. ഹല്ലേലൂയ. പൂട്ടിക്കിടക്കുന്ന കടകൾ, അതായത് കടകൾ മാത്രമല്ല, താഴെ വീണിട്ടുള്ള സംഭവങ്ങളാണ്. താഴെ വീണ എല്ലാ വിഷയങ്ങളും ചിലപ്പോൾ, അതായത് നമ്മൾ ഫയൽ ക്ലോസ് ചെയ്തിരിക്കുന്നു, ഇനി ഫർദർ പ്രൊസീഡ് ചെയ്യാൻ ഉദ്ദേശിക്കണില്ല, അത് തീർന്നല്ലോ, ഇനിയിപ്പോൾ എന്നാ ചെയ്യാനാണ്, അവസാനിപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും. പൊട്ടിക്കിടക്കുന്ന കടകൾ ഉൾപ്പെടെ ഈ സന്ദേശം വന്നാൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ഇപ്പം നമ്മൾ ജോലിക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പം നമ്മൾ തോറ്റുപോയി, നമ്മൾ ആ ഫയൽ ക്ലോസ് ചെയ്ത് നമ്മളിനി ട്രൈ ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെ വന്നിട്ടുള്ള എല്ലാ മേഖലകളിലും നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള വിഷയത്തിൻ്റെ മേലെല്ലാം കർത്താവ് ജീവൻ്റെ ആത്മാവിനെ അയച്ചുകൊണ്ട് നിൻ്റെ ബന്ധനങ്ങളെ അഴിക്കുകയാണ്. 45-ാമത്തെ യെശയ്യാ 45 വായിക്കുന്നത് പോലെ ഓടാമ്പലുകളെ ഒടിച്ച് പിത്തളവാതികളെ തകർക്കുന്ന സന്ദേശമാണ്. നിന്റെ തടസ്സങ്ങളെ, ദുരിതങ്ങളെ കർത്താവ് മാറ്റുന്നു. കൈ അടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് സമുദ്രത്തെ മുറിച്ച ദൈവമേ, പിത്തളവാതിലെ പൊട്ടിച്ച ദൈവമേ, അവിടുത്തെ സാന്നിധ്യത്തിൽ നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഈ സമയം കർത്താവ് തൻ്റെ ഇടത് കരം കൊണ്ട്, സാധാരണ വലത് കരമാണ് നമുക്ക് കാണുന്നത്, കർത്താവ് തൻ്റെ ഇടത് കരം കൊണ്ട് ഇങ്ങനെ താങ്ങുന്ന പോലെ ദർശനത്തെ കണ്ട വ്യക്തികൾ കാണും. അവർ ആ വിഷയത്തിന് മേലെ ഇത്തിരി സമയം ആവശ്യമുണ്ടെന്നാണ് പറയണത്. കാര്യം ഇവിടെ ഇട്ടിരിക്കുന്ന ഈ കർത്താവിനെ, ഇത് അമ്മയെ ഞാൻ കണ്ടതുപോലെ സിൽവർ ഗ്രേയുടെ ഒറ്റ ഉടുപ്പായിട്ടിരിക്കണത്. ഇത്തിരി സമയം ആവശ്യമുണ്ട് അതുവരെ സാന്ത്വനപ്പെട്ട് നിൽക്കാനാണ് ഈശോ ഈ ഇടത് കരം കൊണ്ട് സാന്ത്വനപ്പെടുത്തുന്നതിൻ്റെ ഉദ്ദേശം. ഈശോ ഇടതുവശത്ത് നിൽക്കുമ്പോൾ നീ ആരാണെന്ന് നിനക്ക് മനസ്സിലാകുമല്ലോ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. എല്ലാവരും മുട്ട നിൽക്കുക. സമാപന ആശീർവാദം. പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യ ഈശോ നമ്മളെ ആശീർവദിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഓർക്കണം, നിങ്ങൾ ഉടമ്പടിയിൽ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളും ഓർക്കണം. ലോകത്തിൻ്റെ വ്യത്യസ്തമായ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവർ അവരുടെ നിയോഗങ്ങൾ മുഴുവനും ഓർത്ത് ദൈവത്തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിശക്തമായി സ്തുതിക്കട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇത് കർത്താവ് നിങ്ങളെ ആശീർവദിക്കുകയാണ്, നിങ്ങളുടെ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരുടെ നിയോഗങ്ങളെ ഈശോ ആശീർവദിക്കുന്നു. ഉടമ്പടി എടുത്തിട്ടുള്ള മക്കള്, ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുള്ള മക്കള്, ലൈറ്റ് ക്യാനിൽ പ്രയർ റിക്വസ്റ്റുള്ള മക്കള്, ഗൂഗിൾ മീറ്റിൽ യൂക്രിസ്റ്റ് മീറ്റിൽ പങ്കെടുത്തിട്ടുള്ളവര്, കൃപാസനം ദൈനംദിനം പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവര്, സമയം നിയോഗങ്ങൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നവര്, രോഗാവസ്ഥയിലെ കുടുംബങ്ങളിൽ കഴിയുന്നവര്, ആശുപത്രിയിൽ കഴിയുന്നവര് ഈശോ ആശീർവദിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ ആരാധന. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നമ്മളെയും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമക്കളുടെ നിയോഗങ്ങൾ ഏറ്റെടുത്ത പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് പ്രാർത്ഥിച്ചവരുടെയും തത്സമ നിയോഗങ്ങൾ സമർപ്പിച്ചവരെ ആശീർവദിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക്